ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ഡിസംബർ 25, 26 തീയതികളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. സ്പോട്ട് ബുക്കിംഗിലും നിയന്ത്രണം ഏർപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. മനീഷ്, എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്? നിലവിൽ ഈ തിരക്കുകൾ സംബന്ധിച്ചാണ് 25, 26 തീയതികളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 25-ാം തീയതിയാണ് തങ്കയങ്കി ഇവിടെ സന്നിധാനത്തെത്തുക. അന്നേ ദിവസം 5000 പേർക്ക് മാത്രമായിരിക്കും വിർച്വൽ ക്യൂ വഴി സന്നിധാനത്ത് പ്രവേശനം ഉണ്ടാകുക, ദർശനം നടത്താൻ കഴിയുക. അതുപോലെ തന്നെ മണ്ഡലപൂജ അവസാനിക്കുന്ന 26-ാം തീയതി 60,000 തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി അനുവദിക്കുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഈ 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗുകളിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി 5000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഈ 2 ദിവസങ്ങളിലും സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാവുക. തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടാവുന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിലൊരു സംശയം നിലനിന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഈ 2 ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മകരവിളക്കിൽ നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണപത്മ. മനീഷ് ഐഷ മാത്യു ആണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.